ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം പിളർക്കുന്ന പ്രതിഭാസത്തിന് കാരണം. കിഴക്കൻ ആഫ്രിക്കയിലെ വലിയ പിളർപ്പ് വഴി ഭൂഖണ്ഡം രണ്ടായി വിഭജിക്കപ്പെടുകയും അവയ്ക്കിടയിൽ പുതിയൊരു സമുദ്രം രൂപപ്പെടുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന സൂചന. ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന വലിയൊരു വിള്ളൽ എത്യോപ്യ മുതൽ മൊസാംബിക് വരെ വ്യാപിച്ചു കിടക്കുന്നു. ആഫ്രിക്കൻ പ്ലേറ്റ് ഇപ്പോൾ നൂബിയൻ പ്ലേറ്റ്, സൊമാലിയൻ പ്ലേറ്റ് ഇങ്ങനെ രണ്ടായി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാളികൾ പ്രതിവർഷം ശരാശരി 4.7 മില്ലിമീറ്റർ വേഗതയിലാണ് പരസ്പരം അകന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ പ്രക്രിയ ഇപ്പോൾ കൂടുതൽ സജീവമായിരിക്കുകയാണ്. മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വേഗത്തിൽ ഈ പിളർപ്പ് നടക്കുന്നുണ്ടെന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ജിയോ സയന്റിസ്റ്റ് ക്രിസ്റ്റ്യൻ റോവൻ നടത്തിയ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കെനിയയിലെയും എത്യോപ്യയിലെയും ടർക്കാന റിഫ്റ്റ് എന്ന പ്രദേശം ഇപ്പോൾ നെക്കിംഗ് എന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവിടെ ഭൂമിയുടെ പുറംതോട് വളരെ നേർത്തതായി മാറിക്കഴിഞ്ഞു. സാധാരണ 35 കിലോമീറ്റർ കനമുള്ള പുറംതോട് ഇവിടെ വെറും 13 കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു. ഇത് ഭൂഖണ്ഡം വേർപെടുന്നതിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായുള്ള ലക്ഷണമാണ്. ഈ ഘട്ടത്തിലെത്തിയാൽ ഭൂഖണ്ഡം വേർപിരിയുന്നത് തടയാനാവില്ലെന്ന് ഗവേഷകർ പറയുന്നു.